വിശദമായ വാർത്തകളിലേക്ക്. ക്ഷേമ പെൻഷൻ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിനടുത്തേക്കെത്തി മുദ്രാവാക്യം വിളിച്ചു. പിന്നീട് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ചക്കിട്ടപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യ ഉയർത്തിക്കാട്ടി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 5 മാസമായി മുടങ്ങിക്കിടക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷം ആരോപിച്ചത്. പ്രതിപക്ഷത്തിന്റെ ആരോപണം വസ്തുതാ വിരുദ്ധമെന്ന് കണക്കുകൾ നിരത്തി ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ വിശദീകരിച്ചു. തൊട്ട് മുമ്പത്തെ ഡിസംബറിലും അതിനു മുമ്പത്തെ മാസവും പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വസ്തുതാപരമായ ഒരു കാര്യമല്ല. എങ്ങനെയോ തെറ്റിദ്ധരിച്ചിട്ടാണ്. ആത്മാർത്ഥതയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഈ നോട്ടീസ് തന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നതിന് പെൻഷൻ ഫണ്ട് കമ്പനി രൂപീകരിച്ചിരുന്നു. ഈ കമ്പനിയുടെ കടം സംസ്ഥാനത്തിന്റെ പൊതുകടമായി കേന്ദ്രം മാറ്റിയതാണ് കാര്യങ്ങൾ താളം തെറ്റിച്ചത്. ക്ഷേമ പെൻഷൻ ഉയർത്തുക എന്നതാണ് സർക്കാരിന്റെ നിലപാട്. അതിൽ ഒരു മാറ്റവുമില്ലെന്നും ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ വ്യക്തമാക്കി. അതേസമയം ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് തന്നെയാണ് ജോസഫിന്റെ മരണത്തിന് കാരണമെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ PC വിഷ്ണുനാഥ് പറഞ്ഞു. എന്തു പറഞ്ഞാലും UDF സർക്കാരിന്റെ കാലത്ത് 18 മാസം പെൻഷൻ നൽകിയില്ല എന്നതാണ് സർക്കാരിന്റെ മറുപടി. ഇത് ഗിബൽസിയൻ കള്ളമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ പരിഹസിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് വിശ്വനാഥ് പറഞ്ഞതുപോലെ ഒരു നറേറ്റീവാണ്, ഒരു ഗീബൽസിയൻ മോഡൽ, ഒരു നറേറ്റീവാണ്. നിങ്ങൾ പോലും വിശ്വസിച്ചിരിക്കുക 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയെന്നും ഒരു നുണ 1000 വട്ടം ആവർത്തിച്ച് പറയുമ്പോൾ സത്യമായി മാറുമെന്നുള്ള ഒരു നിങ്ങൾ ഉണ്ടാക്കിയ ഒരു ചീട്ട് കൊട്ടാരമാണ്. ധനമന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചു. ഇതേ തുടർന്ന് പ്രതിപക്ഷം പ്രതിഷേധവുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. സഭാ നടപടികൾ തുടർന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.